ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ വർഷ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ദുബൈയിലുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, കേരളത്തിലുള്ള ഒരു അവതാരിക, പണ്ടത്തെ മണിക്കൂറിന് കാശുകൾ മേടിച്ചുകൊണ്ടിരുന്ന അവതാരിക ഉണ്ടായിരുന്നു, അത്രയും ഫേമസ് ആയ ഒരു അവതാരിക. അവർ ദുബൈയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ രൂപവും കോലവും മദ്യപിച്ച് ഡാൻസ് ചെയ്യുകയും പിന്നെ അവരല്ലാതായി മാറുകയും ഇതൊക്കെ ഓരോരുത്തർ വീഡിയോ പിടിച്ച് വെച്ചേക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പം പക്ഷേ മാർക്കറ്റ് ഇല്ല, അതുകൊണ്ട് അവർ എന്തെടുത്ത് ഇപ്പം അങ്ങനെ ദുബൈയിലേക്ക് വരുന്നില്ല. ഈ ചാൻസിൽ ഇപ്പം വരുന്ന വേറൊരു വ്യക്തിയാണ്, അവരും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, അവരുടെയും കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്നത് ഈ രണ്ടാമത് ഇപ്പോഴത്തെ വ്യക്തിയുടെ കാര്യം പറയുന്നത് രേണുസുതിയാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇന്ന ആള് രേണുസുതിയാണ് എന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ രേണുസുതി ബാർ ഉദ്ഘാടനം ചെയ്യാൻ പോയതോ ഒക്കെ എവിടെയാണ്, ബഹ്റൈനിലെങ്ങാണ്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും രേണുസുതിയാണ് ദുബായി പോയി ഇത് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഈ കേട്ട ആൾക്കാർ വെറുതെ അങ്ങ് പറഞ്ഞാണ്. രേണുസുതി ആകെപ്പാട് പോയേക്കുന്ന ഒരു പ്രാവശ്യം കണ്ടാണ് ദുബായി പോയേക്കുന്നത്. ബാക്കിയെല്ലാം അവർ പോയേക്കുന്നത് എവിടെ, ബഹ്റൈനിലാണ് പോയേക്കുന്നത്. അത് ഉദ്ഘാടനത്തിന്, ബാച്ചിലേഴ്സ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിനാണ് പോയേക്കുന്നത്. അവർ അങ്ങനെ അവിടെ മദ്യപിക്കുന്ന വീഡിയോയെ കുറിച്ചോ മദ്യപാനത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ മദ്യപിക്കുന്ന കാര്യം പറഞ്ഞ എവിടെയാണ്, പിന്നെ നാട്ടിൽ ക്രിസ്മസിന് മദ്യപിക്കുന്ന കാര്യമൊക്കെയാണ് അവർ പറഞ്ഞത്. അല്ലാതെ ഈ രേണുസുതിയെക്കുറിച്ചാണ് ആ ശാന്തിവിള ദിനേശേട്ടൻ പറഞ്ഞത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ച് ഒരുപാട് വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേണുസുതിയുടെ പേര് എഴുതുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് അറിയാത്തൊരു കാര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അഭിപ്രായം പറയത്തില്ല, അത് തെറ്റാണ്. അല്ലെങ്കിൽ അത്രയും നല്ല എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ നമുക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് പറയാം. അങ്ങനെ ഒരു എവിഡൻസ് കാണുവാണെങ്കിൽ പറയാം ഇന്നാളിത് ചെയ്തെന്ന്. അത് കിട്ടാത്ത കാലം അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യമേ, ഈ ശാന്തിവിള ദിനേശേട്ടൻ പറഞ്ഞത് രേണുസുതിയെ ആണെന്ന് ഒരു തെളിവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു ആങ്കറിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ആങ്കർ, അത് ആരാണ് എന്നുള്ളതൊന്നും പറഞ്ഞപ്പോയില്ല. രേണുസുതി ഒരു ആങ്കറായിട്ടല്ലല്ലോ പോകുന്നത്. രേണുസുതി ആകെപ്പാട് പോയേക്കുന്ന ഒരു പ്രാവശ്യം കണ്ടാണ് എനിക്ക് തോന്നുന്നത് ദുബായി പോയേക്കുന്നത്. അതൊരു ഏതാണ്ട് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനാണ് പോയേക്കുന്നത്. ബാക്കി അവർ പോയേക്കുന്നതെല്ലാം ബഹ്റൈനിലെങ്ങാണ്ടല്ലേ പോയേക്കുന്നത്, അതായത് ബാച്ചിലേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്. അപ്പോൾ ഈ രേണുസുതിയുടെ പേര് ഈ കാണുന്നവർ വെറുതെ അങ്ങ് ഇടുകയാണ്. പിന്നെ നേരത്തെ കുറച്ച് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, സ്വർണം കടത്താനാണ് പോകുന്നത്, ഇതിനാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞാനും അംഗീകരിക്കുന്നില്ല. അദ്ദേഹവും അത് ഉദ്ദേശിച്ചായിരിക്കത്തില്ല ഒരിക്കലും പറഞ്ഞത്. പിന്നെ രേണുസുതി ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. രേണുസുതി സോഷ്യൽ മീഡിയ വൈറലായി നിൽക്കാൻ വേണ്ടി പലതുമൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷേ ഇങ്ങനൊരു മോശപ്പെട്ട അഭിപ്രായം എനിക്കുമില്ല. എന്തായാലും ആ ഒരു വീഡിയോയ്ക്കകത്ത് ശാന്തിവിള ദിനേശേട്ടൻ പറഞ്ഞ ആ ഒരു പോർഷൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്, മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണ് അത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ആക്കൂല്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി, എനിക്ക് 3 വയസ്സ്, നിനക്കൊരു കാറ്, നിനക്ക് എത്രയാടാ കാളെ, എനിക്ക് 18, നിനക്കൊരു കാറ്, ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്.
എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഒരു പോഷൻ കേട്ടല്ലോ. ഇദ്ദേഹത്തിന് ഈ ഒരു പോഷൻ കേട്ടിട്ടാണ് ഇത് കേട്ടോണ്ട് എല്ലാവരും കയറി എന്താണ് രേണുസുതിയാണ് ഇത് എന്നങ്ങ് സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചത്, അല്ലെങ്കിൽ പ്രേക്ഷകർ കരുതിയത്. അത് പ്രേക്ഷകരുടെ തെറ്റാണെന്ന് ഞാൻ കരുതും. കാര്യം പുള്ളി എന്തായാലും രേണുസുതിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, രേണുസുതി ഇങ്ങനെ അടിക്കടി ദുബായിലേക്ക് പോകുന്ന ആളല്ല. നമ്മുടെ അവർ അറിഞ്ഞത് വെച്ച് ബഹ്റൈനിലാണ് അവർ 2-3 പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരുപാട് കാറുകൾ മേടിക്കുകയോ എടുത്തായിട്ടൊന്നുമില്ല. ഇപ്പോഴും കണ്ട് അവരൊരു സ്വിഫ്റ്റ് കാർ എടുത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല, ഒരു ആങ്കറെ കുറിച്ചാണ് പറയുന്നത്. രേണുസുതി ഒരു ആങ്കറായിട്ടൊന്നും എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു പോഷൻ കേട്ടിട്ട് അത് രേണുസുതി ആണെന്ന് കേട്ടവരങ്ങ് സ്വന്തമായിട്ട് വിലയിരുത്തുകയാണ് ഉണ്ടായത്. എൻ്റെ കാഴ്ചപ്പാടിൽ അത് രേണുസുതിയാണ് എന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. എന്നാലിപ്പം ആങ്കറിങ് ചെയ്യുന്ന ആരോ ആണ് എന്നുള്ളതാണ് പറയുന്നത് പുള്ളി. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ഒരു എവിഡൻസ് വെച്ചുകൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞത്. അതെടുത്ത് വെച്ചാണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം റിയാക്ട് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ഈ ഒരു കാര്യത്തിലുള്ള കാഴ്ചപ്പാട് അതാണ്. രേണുസുതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു വെച്ചാൽ അംഗീകരിക്കുന്നില്ല. എനിക്ക് രേണുസുതിയെക്കുറിച്ച് അങ്ങനത്തെ ഒരു അഭിപ്രായവുമില്ല. പിന്നെ ഇതിപ്പോൾ ഇദ്ദേഹം രേണുസുതിയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടി ഇത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. രേണുസുതി അല്ല കാര്യം. ഒന്നാമത്തെ കാര്യം, അവരൊരു ആങ്കറല്ല. അപ്പം പിന്നെ അവർ നിരന്തരം പോകുന്നത് ദുബൈയിലേക്കല്ല, ബഹ്റൈനിലേക്കാണ്. ഈ പറയുന്നത് പോലെ നിരന്തരം എല്ലാവർക്കും കാർ മേടിക്കുകയോ മാറ്റി കാർ മേടിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം രേണുസുതി ആവാൻ ഒരു ചാൻസും ഇല്ലെന്നാണ് എൻ്റെ നിഗമനം. അപ്പം എൻ്റെ അഭിപ്രായം അതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേര് ഇനിയിപ്പം ആരെയും ക്രൂശിക്കല്. ഈ രേണുസുതി സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും അവരെക്കുറിച്ച് ഇങ്ങനത്തെ അഭിപ്രായമൊന്നും എനിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തല്ലയോ, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലായിട്ട് പറയുക. അപ്പം വേറൊരു വീഡിയോ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്